നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജേട്ടാ നമസ്കാരം. ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ചെങ്കൊടിയെ മാഫിയകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. എന്താണ് CPI മുന്നണി വിടാനുള്ള ഒരു ഒരുക്കത്തിലാണോ? ഇപ്പോൾ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് MM ഹസൻ്റെ പ്രസ്താവനയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം? എന്താണ്? ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. ഇന്നിപ്പം ബിനോയ് വിശ്വം പറഞ്ഞത് വെച്ചിട്ട് അവർ മുന്നണി വിടും എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. മറിച്ച് CPI എല്ലാ കാലത്തും മുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് നിലകൊണ്ടിരുന്നത്, എല്ലാ കാലത്തും. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ ഭൂമാഫിയായിട്ടുള്ള ചില ബന്ധങ്ങൾ, അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ അഴിമതിക്കെതിരെ നടത്തിയ ചില പോരാട്ടങ്ങൾ, ഇത്തരം സമയത്തൊക്കെ CPI എല്ലാ കാലത്തും VSൻ്റെ പക്ഷത്ത് വളരെ ശക്തമായി നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കണ്ണൂരിൽ നിന്ന് എന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചിട്ടും ഈ പി ജയരാജനുമായി മനു തോമസ് തുടങ്ങിയുള്ളവരും മറ്റേ അവിടുത്തെ സ്വർണം പൊട്ടിക്കൽ സംഘം, അതുപോലെ തന്നെ അർജുനായങ്കി, ആകാശത്തിലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ മാഫിയ സംഘം, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ ഇതിൽ ഇന്നേരം വരെ CPM-ന്റെ ഔദ്യോഗികമായ യാതൊരു പ്രതികരണവും വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ കണ്ണൂരിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരവുണ്ട്. ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ CPM എന്ന പാർട്ടിയുടെയൊക്കെ വലിയ ശക്തിയും അധികാരത്തിൻ്റെ ചില സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ, അതുപോലെ തന്നെയുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ, കൊട്ടേഷൻ ടീമുകളൊക്കെ ശക്തി ആർജിച്ചു വരുന്നു എന്നുള്ളതും, ഇത്തരം അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കടിയുടെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചെങ്കടി ഉപയോഗിച്ചുകൊണ്ട് ഈ ചെങ്കൊടിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ അധമ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഭൂഷണമല്ല എന്നും ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകുന്നതാണ്. ഇപ്പം CPM-ന് മാത്രമല്ല, ഇത്തരം പ്രവണതകൾ CPI-ക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുക. പക്ഷേ സാർ, എന്തൊരു കാര്യം പറയട്ടെ, ഈ CPI-യെ സംബന്ധിച്ച് ഈ ഉപദേശം കൊണ്ട് വല്ല കാര്യമുണ്ടോ? CPI-CPM-നെ ഉപദേശിച്ചത് കൊണ്ട് എന്തെങ്കിലും നടക്കാൻ പോകുന്നില്ല. ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്ന തീരുമാനത്തിലേക്ക് വരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പല തീരുമാനങ്ങൾക്കും തിരുത്തൽ ശക്തിയായിട്ട്, ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞത്, തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ വേണ്ടി CPI കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കന്മാർ ഈ പാർട്ടി സെക്രട്ടറി ആയി വരുന്ന സമയത്ത് ഇതിന് എത്രത്തോളം ഫോഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറവാണെന്നുള്ളതും കൂടി നമ്മൾ കാണണം. ഇപ്പം കാനം വരെ കുറച്ചൊക്കെ ഫോഴ്സിലായിരുന്നെങ്കിൽ പോലും പിന്നീട് കാനവും ഇതേ പിന്നെ ഇവരോട് സമരം ചെയ്തിരുന്നവർ സമരസപ്പെട്ടു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നത്. പിന്നെ കാനം എല്ലാ കാലത്തും ഈ പിണറായി വിജയന്റെ ഒരു പിന്നെ പറയുന്നത് ഭക്തനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം ബിനോയ് വിശ്വത്തെ പോലെ ഒരാൾ പാർട്ടി സെക്രട്ടറി ആയി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക ശരിക്കും പറഞ്ഞാൽ CPI-യിലെ പല നേതാക്കന്മാരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ C. ദിവാറിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഈ ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായി ദുർബലപ്പെടുമെന്ന് വരെ ഭയന്നിരുന്ന നേതാക്കന്മാരായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് CPM-നെ ഏതെങ്കിലും തരത്തിൽ ഉപദേശിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ളതൊക്കെ അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന് വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, അതിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ മറികടക്കാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ CPI ആദ്യം ചോദിച്ചൊരു സംഭവമുണ്ട്, അതായത് ഇവർ മുന്നണി വിടുമെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ CPI-യെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ ഭാഗമായി നിൽക്കാൻ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ. പക്ഷേ ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞൊരു വലിയൊരു സംഭവമുണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ദേശീയ തലത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണിക്കൊപ്പം അതിശക്തമായി നിൽക്കുകയാണെന്നും, ഇന്ത്യ മുന്നണി എന്നുള്ളത് ഒരിക്കലും ഒരു ഷാഡോ മുന്നണി അല്ലെന്നും, അതിശക്തമായ ഒരു രാഷ്ട്രീയ ഒരു ഗ്രൂപ്പായി ഇത് മാറിയിട്ടുണ്ടെന്നും, ഇത് വരും കാലത്ത് വലിയ ശക്തിയായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, CPI-ക്ക് ഒരു സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൽ ചില സൂചനകളുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതായത് ദേശീയ തലത്തിൽ ഒരു പിന്നെ കോൺഗ്രസിൻ്റെ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ CPI-ക്ക് ചിലപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദമുണ്ടായാൽ അത്തരം ഒരു രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവുന്നതിന് CPI-ക്ക് മടിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന പോലെയാണ് ഇന്ന് MM ഹസൻ CPI മുന്നണി വിടണമെന്നും മുന്നണിയെ CPI UDF-ലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടൊക്കെയുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ CPI-യുടെ പ്രവർത്തകർ എന്ന് പറയുന്നത് ശരിക്കും നിലപാടുകളുള്ള കമ്മ്യൂണിസ്റ്റുകളാണ് ഈ CPI-ക്കകത്തുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും
ചില മറ്റേ എന്നാലും സാധാരണ പ്രവർത്തകരിൽ ഒരുപാട് CPI-ക്കാരെ നമ്മൾ കാണുമ്പോഴൊക്കെ അറിയാൻ പറ്റും. കാരണം ഒരുപാട് നിലപാടുകളുള്ള ആദർശങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള കുറേ ആളുകൾ ഈ CPI-ക്കകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയിൽ നിന്നാണ് പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടുകൾ ഉയർന്നു വരുന്നതും ശക്തമായി പ്രതികരിക്കണമെന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അങ്ങനെയുള്ള ശക്തമായ തീരുമാനങ്ങളും നിലപാടുകളുമുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണോ ഈ ബിനോയ് വിശ്വം? അല്ലെ, അത് അവിടെ ഞാൻ അത് നേരത്തെ പറഞ്ഞത്. അതായത് CPI യഥാർത്ഥത്തിൽ ഭരണത്തിന്റെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നും ഇപ്പോൾ ഒരു സമര മുന്നണിയിലല്ല ഉള്ളതുകൊണ്ട് CPI-ക്ക് ഇപ്പോൾ ഏത് ആളുകൾ ഏത് ബിനോയ് വിശ്വമല്ല അതിനേക്കാൾ കുറച്ച് ദുർബലനായ ഒരാൾ വന്നാൽ പോലും ഈ പാർട്ടിയെ നയിക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും എല്ലാ കാലത്തും ഈ പാർട്ടിക്ക് ഭരണത്തിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ 2 വർഷം കൂടെയുള്ളൂ. 2 വർഷം കഴിഞ്ഞ് ഭരണമില്ലാത്തൊരു സാഹചര്യം വരുന്നതോടുകൂടി ഈ പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ ക്ഷയിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് എല്ലാ കാലത്തും CPM-ൽ നിന്ന് അസംതൃപ്തരായ ഒരു വിഭാഗം എല്ലാ കാലത്തും CPI-ലേക്ക് വരുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇപ്പം നമ്മൾ ആലപ്പുഴ ജില്ലയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആളുകളൊക്കെ CPM വിട്ടിട്ട് CPI-ലേക്ക് വരുന്ന കണ്ടു. തളിപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞ 2-3 വർഷം മുന്നേ ഒരു വലിയൊരു സംഘം അങ്ങനെ തന്നെ വരുന്ന കണ്ടു. നമുക്ക് എറണാകുളത്ത് തന്നെ നമുക്ക് കണ്ടു. ഇപ്പം മുളന്തുരുത്തി ആ ഭാഗത്തൊക്കെയുള്ള പറവൂരുണ്ടായി. അപ്പോൾ രഘുവരന്റെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ മുളന്തുരുത്തി ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ കുറേ ആൾക്കാർ CPM വിട്ടിട്ട് CPI-ലേക്ക് വരുന്നത് കണ്ടു. ഇങ്ങനെയൊക്കെ കുറേ സംഭവം. പക്ഷേ ഇവർക്കൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ മുന്നണി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന CPI-ലേക്ക് CPM വിട്ടിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും പരിഗണന കിട്ടാറില്ല എന്നുള്ള വലിയ വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് CPI-യെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ചില ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരാണ് മുന്നണി വിടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPM-ന്റെ വലിയേട്ടൻ മനോഭാവം അത് CPI എന്നും ഉയർത്തുന്ന ഒരു പരാതിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ ഈ ഒരു വലിയേട്ടൻ മനോഭാവം അവസാനിപ്പിക്കണം, ഒരു തുല്യമായ പരിഗണന തങ്ങൾക്ക് ലഭിക്കണം എന്നൊക്കെയുള്ള ഒരു ആവശ്യം, മുന്നണി മര്യാദകൾ പാലിക്കണം എന്നൊക്കെയുള്ള ആവശ്യം ഈ പറയുന്ന വെളിയമ്പാറയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ അത് ഇതിന് നമ്മൾ കാണുന്നത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് CPM-നെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് CPM-ന് എല്ലാ കാലത്തും വലിയേട്ടൻ മനോഭാവം ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ CPM-ന് വലിയ രീതിയിൽ അത്തരത്തിലുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസ് പോലെയുള്ള ഒരു ജനാധിപത്യ പാർട്ടിയൊന്നുമല്ല CPM എല്ലാ കാലത്തും ചില തീരുമാനങ്ങൾ എടുക്കുകയും അവർ മുന്നണിയിൽ ഇത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് എല്ലാ കാലത്തുള്ളത്. ഇപ്പം അതുകൊണ്ടാണല്ലോ രാജ്യസഭാ സീറ്റ് CPI-ക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും ആ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ടായ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവർക്ക് 3-ാം സീറ്റ് ചോദിച്ചപ്പോൾ ഇല്ല 2 സീറ്റേ ഉള്ളൂ, അടുത്ത് വരുന്ന രാജ്യസഭാ സീറ്റ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അതിലൊരു ചർച്ച പോലും ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അതിൽ മത്സരിക്കുന്ന ആള് എതിരിൽ അത് തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമോ ഒരിക്കലും LDF-ൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് CPI എന്നുള്ള പാർട്ടി അങ്ങനെ അത്യാവശ്യമല്ലെന്ന്, അവിടെയാണ് വിഷയം. അധികം വളരാനായിട്ട് അതുകൊണ്ട് തന്നെ അവർ വളരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ മുന്നണി അധികാരത്തിലിരിക്കുന്ന സമയത്ത് CPI-യുടെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കി എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സംശയിക്കാത്ത ഒരു കാര്യം. യാതൊരുവിധ ഇടതുപക്ഷ നിലപാടുകളും ഇല്ലാത്ത ഒരു CPM-ആണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM അത് നേരത്തെ നമ്മൾ ഇയാളുടെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ പോലെ 10 വർഷം മുന്നേ യഥാർത്ഥത്തിൽ CPM ഇല്ലാതായിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കൂ, ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുന്നണിയിൽ ഏതൊക്കെയാണ് ഇടതുപക്ഷ കക്ഷികളുള്ളത്? KB ഗണേഷ് കുമാറിന്റെ പാർട്ടിയാണോ ഇടതുപക്ഷ കക്ഷി എന്ന് പറയുന്നത്? ജോസ് കെ മാണിയുടെ ഇടതുപക്ഷ കക്ഷി എന്ന് പറയാൻ പറ്റുമോ? എന്തിന്? നമുക്ക് ഇപ്പം ആന്റണി രാജുവിന്റെ കക്ഷിയുണ്ട്, അത് ഇടതുപക്ഷമാണോ? INL ഇടതുപക്ഷമാണോ? കോൺഗ്രസ് S എന്ന് പറഞ്ഞ ഇടതുപക്ഷമാണോ? ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും ഇടതുപക്ഷ സ്വഭാവമൊന്നും ഇല്ല. ഇപ്പൊ നോക്കൂ, പിന്നെ ഈ NCP എന്ന് പറഞ്ഞ പാർട്ടി ദേശീയ തലത്തിൽ ഈ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാർട്ടി ദേശീയ തലത്തിൽ അവര് ജനതാദൾ S എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, JDS-ന്റെ അവസ്ഥ എന്താണ്? JDS എത്രയോ കാലമായിട്ട് അവർ NDAയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണം. ഒരു MLA-യും ഒരു മന്ത്രിയുള്ള പാർട്ടി രണ്ട്. പക്ഷേ ഈ JDS-ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ വയ്യ. കാരണം ഈ ദേവഗൌഡയാണ് പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള ഇപ്പോഴും ഇവരുടെ കാര്യത്തിൽ നിന്ന് യാതൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ CPM-ന് യഥാർത്ഥത്തിൽ താല്പര്യമുള്ള ആളുകളെ കൂടെ നിർത്തും, അവർക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും കൊടുക്കും. അല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യും? ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അതൊരു സംശയമില്ല. അവർക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടാലും കൂടെ നടക്കും. അതുകൊണ്ട് തന്നെ CPI-ന് എല്ലാ കാലത്തും CPM കൊണ്ട് നടക്കുന്നു എന്ന് വിചാരിക്കരുത്.
ഇപ്പം CPI പറയുന്നതിന് കൃത്യമായൊരു മറുപടി ഒന്നും പറയാത്ത എന്തുകൊണ്ടാന്ന് പറയാം, CPM ഇപ്പോൾ സ്റ്റേറ്റിൽ മൊത്തത്തിൽ അടികിട്ടി നിൽക്കുകയും പ്രതിരോധത്തിലാണ്. അതുകൊണ്ടാണ് കണ്ണൂരിലുള്ള ഈ മാഫിയ രാഷ്ട്രീയത്തെയും സ്വർണ്ണക്കടത്ത് മാഫിയയുടെ കൂടെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ബിനോയ് വിശ്വം പറയുന്ന സമയത്ത് അതിന് പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ ബിനോയ് വിശ്വം ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ ഒറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ച് എം പി ഗോവിന്ദന്റെ പ്രസ്താവന വരേണ്ടതാണ്. ഇപ്പൊ അത് വരാത്ത എന്തുകൊണ്ടാണ് പറഞ്ഞാൽ CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ പരിങ്ങലാണ്, വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ പ്രതിരോധത്തിൽ CPM നിൽക്കുന്ന സമയത്ത് CPIക്ക് മുമ്പോട്ട് വരാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. പക്ഷെ അത് മുതലാക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ CPI പ്രവർത്തകർക്കിടയിൽ തന്നെയുള്ള ഒരു അസ്വസ്ഥതയ്ക്ക് കാരണം. അല്ല, CPIയിൽ ഇപ്പോഴത്തെ ഒരു പ്രസ്താവന ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ CPIക്കകത്ത് മാത്രമല്ലല്ലോ, CPMനകത്ത് തന്നെ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്, എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ വരെ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മാറ്റണം എന്നുള്ള ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇത്രയും CPM പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPI പോലുള്ള ഒരു ഇടതുപക്ഷ കക്ഷിക്ക് കുറച്ചുകൂടി ശക്തമായി തന്നെ ഒരു തിരുത്തൽ നടപടികളുമായിട്ട് രംഗത്ത് വരാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ CPMൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നു പറയുന്നതിലും അതിലൊന്നും കഴമ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റുക, അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയെ മാറ്റുക, അല്ലെങ്കിൽ നിലവിൽ മന്ത്രിമാരെ മാറ്റുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ ഒക്കെ ഏറ്റെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരാണ് ഇത് നടപ്പിലാക്കേണ്ടത്. കാരണം അതൊരു വിരുദ്ധ അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും എല്ലാം പിണറായി വിജയനിലെ ആണ് അവസാനം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ യാതൊന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഇപ്പം CPI എല്ലാ സ്ഥലങ്ങളിലും യോഗം ചേർന്ന് മുഖ്യമന്ത്രി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നെ CPIക്ക് 17 MLA-മാരുണ്ട്. 17 MLA-മാരും പൂർണ്ണമായി പോയാൽ പോലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണിയോ ഒന്നും CPMനോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ പറയുന്ന LDF ഭരണത്തിനോ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ CPI എന്തിനു വേണ്ടിയാണ് ഇപ്പം ഇത് ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ CPMനിടയിൽ അദ്ദേഹം ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ CPMന്റെ കൊടിയുടെ നിറം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അയാൾ പ്രയോഗിച്ചത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിറം മങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിറം മങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം കയറുന്നത് ആരാണ് എന്നുള്ളത് കൂടി നോക്കണം. കാവിയാണ്. ചുവപ്പ് കളറ് അത് മങ്ങിക്കഴിഞ്ഞാൽ അത് കാവിയായി മാറുന്നെന്നും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും BJP ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം. അത് നമ്മൾ കാണാതെ ഇതിലെ BJPയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലൊരു തീരുമാനം കൂടെ വന്നിട്ടുണ്ട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവിടെ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇപ്പം DG മോഹൻദാസ് പറഞ്ഞതുപോലെ ഏറ്റവും നല്ലത് CPI ഇപ്പം മുന്നണി വിട്ട് അത് UDFന്റെ കൂടെ ചേരുകയാണെങ്കിൽ അസംതൃപ്തരായി നിൽക്കുന്ന കുറേ CPMകാർ സ്വാഭാവികമായിട്ടും അവർ നേരിട്ട് ചിലപ്പോൾ ഈ CPIയുടെ കൂടെ വന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ CPI അംഗീകരിക്കുകയും അവർക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുകയും CPI എന്ന പാർട്ടി ഇപ്പോൾ ഉള്ള ഒരു വല്ലാത്ത ശോഷിച്ചു നിൽക്കുന്ന അവസ്ഥ നിന്നൊക്കെ മാറി അവർ കുറച്ചുകൂടി ഒരു ഫലമുള്ള കുറച്ചും കൂടി ഘനമുള്ള പാർട്ടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് CPI പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല, രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും സമീപകാല ഭാവിയിൽ ചിലപ്പോൾ CPIക്ക് എന്തെങ്കിലും ഒരു മറിച്ചൊരു തീരുമാനം ഉണ്ടാക്കേണ്ടി വന്നാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും CPIയുടെ രാഷ്ട്രീയ ഭാവി അവർ നിശ്ചയിക്കട്ടെ. പക്ഷേ CPI ഇടതുപക്ഷത്തിനും കേരളത്തിനും ഒരു പ്രതീക്ഷയാണ് എന്ന കാര്യം CPI നേതൃത്വം മറക്കാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.